10-ാമത്തെ സങ്കീർത്തനം നീതിക്കായിട്ടുള്ള പ്രാർത്ഥന എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം ധ്യാനിക്കാം. 18 വചനം മാത്രമല്ലേ ഉള്ളൂ. ദൈവമേ, എന്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന വിലാപത്തോടെയാണ് ഈ 10-ാമത്തെ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ദുഷ്ടന്റെ 2 സ്വഭാവങ്ങള് ഈ സങ്കീർത്തനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഒന്നാമത്തത്, അവൻ തൻ്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച് വൻപ് പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമതായിട്ട്, കർത്താവിനെ അന്വേഷിക്കുന്നതിൽ അവന് താല്പര്യമില്ല. ദൈവവിചാരത്തിൽ ജീവിക്കുന്നവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നന്മ കണ്ടെത്തും. നിസ്സഹായന്റെ പ്രത്യേകത ഏതാണെന്ന് ചോദിച്ചാൽ, അവൻ ഒന്നാമതായിട്ട് ദൈവത്തിൽ സമർപ്പിക്കുകയും മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെക്കുറിച്ച് നന്മ പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ദൈവഭക്തൻ നിരന്തരം ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗം. നമുക്ക് ഇന്നത്തെ ദിവസം ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നല്ലവനാണെന്നും കർത്താവ് രാജാവാണ് എന്നും നമുക്ക് ഏറ്റുപറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് തന്നെ. സ്വന്തം കഴിവില് നമ്മൾ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ദൈവത്തിൽ പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തെ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതം അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ അവിടുന്ന് നിന്റെ സഹവാസത്തിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആമേൻ.